നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ഈസിയും അതേസമയം വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ്. എനിക്ക് ഒരുപാടായിട്ട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ സമയക്കുറവ് മൂലമാണ് വീഡിയോ ഒരുപാട് ലേറ്റ് ആയത്. അപ്പം ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ റൈസാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 1 കിലോ ചിക്കൻ തന്നെ മതിയാവും. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മസാല പുരട്ടി വയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യമില്ല, നമ്മൾ മസാലയിൽ ഒരല്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഇത്രയും മതിയാവും. ഇനി 1 ടീസ്പൂൺ ചിക്കൻ മസാല, അതുപോലെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം, അതുപോലെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. അപ്പം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പുരട്ടിയെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി നമ്മുടെ കൈ വെച്ചിട്ട് ചിക്കനിലേക്ക് ഒന്ന് മിക്സ് ആക്കി വെക്കണം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ആക്കിയതിന് ശേഷം അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതി. അപ്പോൾ ഇതെന്തായാലും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ മസാല തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു മസാലയാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മസാലയാണ് നമ്മൾ നമ്മുടെ ബിരിയാണിക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ സാജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 1 ബേ ലീഫ്, തക്കോലത്തിൻ്റെ 2-3 പീസ്, 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, ഗ്രാമ്പൂ അതെ 1 ടീസ്പൂണിലും താഴെയുള്ളൂ ഗ്രാമ്പൂ, അതുപോലെ 1 ടീസ്പൂണിലും താഴെ ചെറിയ ജീരകം, പിന്നെ 10-15 ഏലക്ക, പിന്നെ ജാതിക്ക. ഈ ജാതിക്കയുടെ തന്നെ നമ്മൾ ചെറിയൊരു പോർഷൻ മാത്രമാണ് എടുക്കുകയുള്ളൂ, ഇത് മുഴുവനായിട്ട് എടുക്കില്ല. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പീസ് ജാതി പത്രിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പോപ്പി സീഡ്സും കൂടെ ചേർത്തിട്ടാണ് ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത്. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഈ പൊടി ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇത് പൊടിക്കുന്നില്ല. ഇത് വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി. ഈ മസാല എല്ലാം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് സമയം മുമ്പേ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ മസാലയുടെ ആ ഫ്ലേവറൊക്കെ നഷ്ടപ്പെട്ടിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല. നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് 7 വലിയ സവാളയാണ് വേണ്ടത്. അത് ഞാൻ വളരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ പകുതി നമ്മൾ ഫ്രൈ ആക്കി എടുക്കും, ബാക്കി പകുതി മസാലയിലേക്കും കുറച്ച് റൈസിലേക്കും മാറ്റി വയ്ക്കണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെളുത്തുള്ളിയും 1/2 കപ്പ് ഇഞ്ചിയും, ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ്, രണ്ടും കൂടി 1/2 കപ്പ് വീതം. അതുപോലെ തന്നെ ഒരു 7 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് നിങ്ങൾ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുക. ഇതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒരുമാതിരി ഒന്ന് അരഞ്ഞു വന്നോട്ടെ. അപ്പോൾ ഇത് നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് സവാള വഴറ്റാനിടുന്ന സമയത്ത് ചെയ്താൽ മതി. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല ഫ്ലേവറും നല്ല മണമായിരിക്കും നമ്മൾ ഉള്ളിയൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത്. പിന്നെ ഇത് തന്നെ നമുക്ക് മസാലയിലേക്ക് എടുക്കുകയും ചെയ്യാം ഈ ഓയിൽ. അപ്പോൾ നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഇതിന് മുമ്പ് നെയ്ച്ചോറിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ ടിപ്പും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സവാള എപ്പോഴും നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ആ കയ്യിലുകൊണ്ട് പതിയെ ഒന്നിങ്ങനെ ഇതുപോലെ പൊക്കിയൊക്കെ ഇട്ടിട്ട് പൊരിച്ചാൽ മാത്രമാണ് കേട്ടോ നല്ല കറക്റ്റായിട്ട് പൊരിഞ്ഞ് കിട്ടുള്ളൂ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ സവാള വെന്ത പോലെ വരും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ വേണം എണ്ണയിൽ നിന്ന് മാറ്റാനായിട്ട്, എന്നാലാണ് നല്ല ഗോൾഡൻ കളറിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. ആ ഉള്ളിയൊക്കെ പൊരിച്ചതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ചോറിലും കിട്ടും. ബാക്കിയുള്ള ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി
അരച്ച പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചോറിലേക്ക് വേണ്ടി 2-3 ടേബിൾ സ്പൂൺ സവാള ഒന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്കി സവാള അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്നായി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ കല്ലുപ്പാണ് ഇട്ടത്. ഇതുപോലെയൊക്കെ മസാല നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കല്ലുപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ചെറിയ തീയില വേണം അടച്ചു വെക്കാനായിട്ട്. നന്നായി ആവി കയറി വരുമ്പോഴേക്കും ഒന്നുകൂടി ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഒരുപാട് കളർ മാറാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. സവാള നല്ലതുപോലെ വഴന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു വരണം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മുമ്പ് ചിക്കൻ മസാല വരട്ടിയപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മതിയാവും. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് അങ്ങോട്ട് വെന്തുടഞ്ഞ് കിട്ടിക്കോളും. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വരണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാം. തക്കാളി നല്ല വെന്തുടയണം. ഒരു 5 മിനിറ്റ് ഞാൻ ആവി കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലപോലെ ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ തക്കാളി ഒന്നുകൂടി നല്ല വെന്ത് കിട്ടിക്കോളും. അതുപോലെ അടി പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. എപ്പോഴും നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചുവട് കട്ടിയുള്ള ഉരുളിയോ അതുപോലെ ഏതെങ്കിലും ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം. മസാലയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറട്ടെ, അതുവരെ വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂൺ മീഡിയം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ തൈരിലുള്ള വെള്ളമയമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മാത്രം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടിട്ട് വീണ്ടും അടച്ചു വെക്കുക. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇതേപോലെ തുറന്ന് ഇളക്കിയിട്ടതിന് ശേഷം അടച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മസാല നല്ല കറക്റ്റായിട്ട് ചിക്കനിൽ പിടിച്ചു കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നതാണെങ്കിൽ പോലും നല്ല നാടനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കോട്ടെ നമ്മുടെ ബിരിയാണിക്ക്. ബിരിയാണി മസാലയുടെ ആ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില, പുതിനയില, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. 5-10 മിനിറ്റ് നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെച്ചതിന് ശേഷം അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. സവാള വഴറ്റിയ സമയത്തും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കൈപ്പിടി മല്ലിയിലയും അതിൽ കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കണം. ആ മല്ലിയിലയും പുതിനയിലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച മസാലയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് ഒരു 15 കാഷ്യൂനട്ടും 1 ടീസ്പൂൺ പോപ്പി സീഡ്സും കൂടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അതുപോലെ ബിരിയാണി മസാല നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും 1 ടീസ്പൂൺ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചേർത്താൽ മതി. മസാല ഒരുപാടായാലും ആ മസാലയുടെ കുത്ത് മുന്നിട്ട് നിൽക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് കസ്കസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം, അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ മസാലയുടെ നല്ല കളറൊക്കെ അങ്ങോട്ട് മാറി വരും. നല്ല അടിപൊളി മസാലയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇത്തിരി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചുകൂടെ നല്ല ഫ്രഷ് ആയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മല്ലിയിലയും പുതിനയിലയൊക്കെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഈ ഉള്ളിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് നമ്മൾ ചോറൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം.
ബാക്കി ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ തന്നെ മസാല വേറെ ലെവല് തന്നെ ആവും കേട്ടോ. അടിപൊളി മസാലയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് തന്നെ ഒന്ന് മസാല തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ പോലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാവും. ഈ സമയത്ത് നമ്മൾ മസാലയുടെ ടേസ്റ്റ് നോക്കുക. ഗരം മസാലയൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് പാകത്തിന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇത്തിരി നെയ്യ് കൂടി ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. കൈമ റൈസാണ് കേട്ടോ ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ്. ഞാൻ യൂസ് ചെയ്യുന്നത് ബാദുഷാ ബാലാജി എന്നുള്ള ബ്രാൻഡാണ്. എൻ്റെ കാറ്ററിങ്ങിൻ്റെ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്തും ഈ സെയിം റൈസ് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അടിപൊളി റൈസാണ്. അപ്പോൾ നമുക്ക് ചോറ് തയ്യാറാക്കാം. അപ്പോൾ വലിപ്പമുള്ള ഒരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ സെയിം അളവിൽ തന്നെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബിരിയാണിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ വേണം, എന്നാലാണ് ആ ചോറിന് നല്ല മയം കിട്ടുള്ളൂ, നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് ഓയിലും നെയ്യൊക്കെ കൂടുതൽ ചേർക്കണം. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ഒന്നും മാറണ്ട, പതിയെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 കഷ്ണം പട്ടയും ഒരു 5-6 ഏലക്ക, അതേപോലെ തന്നെ ഗ്രാമ്പു, പിന്നെ ഒരു ജാതിപത്രി, 2 ബേ ലീഫ്, അത്രയും മാത്രം മതി. ഒരുപാട് സ്പൈസസ് ആവരുത്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എല്ലാം കൂടി 1 ടീസ്പൂൺ അളവിൽ വരുന്ന അത്രയും പാകത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതാണ്. നമ്മൾ മസാലയ്ക്ക് വേണ്ടി ചതച്ചതിന് 1 ടീസ്പൂൺ എടുത്ത് വെച്ചാലും മതി. അത് ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് റൈസാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1.5 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ അങ്ങനെ അളന്നെടുത്തിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളകും പിന്നെ രംഭയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഒരിത്തിരി മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമാണ് റൈസിന് നല്ല കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകി ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ അരി കുതിർക്കുന്നൊന്നുമില്ല, ഞാൻ ഉപയോഗിക്കുന്ന ഈ റൈസ് കുതിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നാട്ടിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അരി കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് നേരം അവിടെ കിട്ടുന്ന റൈസ് ഒന്ന് കുതിർത്തെടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നെയ്യും ഓയിലും കൂടെ ആ ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന മാറ്റി വെച്ചില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അരി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് അത് ഒന്ന് കൈകൊണ്ട് ഞെക്കി പിഴിഞ്ഞിട്ട് അതങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും, ചോറ് അധികം നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഏകദേശം ഒരു 80% ചോറ് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ ഒരു റൈസ് മസാല ഇല്ലെങ്കിൽ പോലും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നെയ്ച്ചോറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ റൈസ് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കുക. വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റും കൂടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ വെള്ളം എല്ലാം നല്ല കറക്റ്റായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നന്നായിട്ട് അടച്ച്, ഒട്ടും തന്നെ സ്റ്റീം പുറത്ത് പോവാതെ നന്നായിട്ട് അടച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 15 to 20 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. ആ ഒരു സമയം കൊണ്ട് റൈസിലെ ബാക്കിയുള്ള ഈർപ്പവും ഒക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചൊരു 15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷമാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ എയർ പുറത്ത് പോവരുത്. അപ്പോൾ എന്തെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ടേപ്പ് വെച്ചൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് ഓപ്പൺ ചെയ്തപ്പോൾ നോക്കി നല്ല പെർഫെക്റ്റ് റൈസാണ്. നല്ല ഒരെണ്ണം പോലും ഒരെണ്ണത്തിൽ മുട്ടാത്ത പോലത്തെ നല്ല അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ രീതിക്കൊന്ന് നെയ്ച്ചോറ് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കറിയൊന്നും വേണ്ട, അത് ഞാൻ ഉറപ്പ് തരാണ് നിങ്ങൾക്ക്. കഴിക്കാൻ വേണ്ടിയിട്ട് യാതൊരു കറിയുടെ ആവശ്യമില്ല, വെറുതെ വാരി കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ പാത്രത്തിൽ ദം ചെയ്യാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ റൈസ് അതിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പം എനിക്ക് വേറെ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു രീതിക്ക്
മാറ്റിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റൈസ് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടിയിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. മൊത്തത്തിലൊന്ന് നിരത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും മസാല ഒന്ന് ആക്കട്ടെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് സവാള, അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഒരു ലെയറിൽ തിരിയൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എത്ര ലെയറിൽ റൈസ് ഇടാൻ പറ്റുമോ അത്രയും ലെയറിൽ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ലെയറായിട്ടാണ് കേട്ടോ റൈസ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പാലിൽ ഒരല്പം പൈനാപ്പിളിൻ്റെ എസൻസും അതുപോലെ തന്നെ ഒരു അല്പം റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ബിരിയാണി ആകുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒരു ലെയറും കൂടെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഈ ലെയറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓവറായിട്ട് നെയ്യ് ചേർക്കുന്നില്ല. നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ലെയറിലും നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും എല്ലായിടത്തും ഒന്ന് നിരത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള ആ പാലിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 to 20 മിനിറ്റ് നേരം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ചോറ് എത്ര ലെയറിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ലെയറിൽ സെറ്റ് ചെയ്തെടുക്കാം. ലെയർ കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിവിടെ 2 ലെയറിലാണ്. പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര ലെയർ വേണേലും സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യണം. ഒട്ടും സ്റ്റീം പുറത്ത് പോവാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം എല്ലാം നന്നായിട്ട് ടൈറ്റായിട്ട് വെച്ചതിന് ശേഷം ചെറിയ തീയിൽ 15 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം മുകളിൽ ഇതുപോലെ ഒരു വെയിറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ 20 മിനിറ്റിന് ശേഷമാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മൾ ചോറൊന്ന് മുകളിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നല്ല മണമാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലാണ് ഇത് ഈ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. എത്ര പറഞ്ഞറിയിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് നമ്മുടെ ഈ ബിരിയാണിക്ക്. അപ്പോൾ മസാല എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ചോറ് വിളമ്പിയെടുക്കാനുള്ള സൗകര്യത്തിനായിട്ട് മാറ്റാം. അതിനുശേഷം ഞാൻ വിളമ്പുന്ന രീതിയും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്നത് 2 പീസ് മസാല ആദ്യം എടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് റൈസ് നല്ല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ വിളമ്പിയെടുക്കുക. ആ ഒരു രീതിക്കാണ് നമ്മൾ ബിരിയാണി സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ മസാലയുടെ ചൂടാറി പോവാതെ ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് നല്ല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം വിളമ്പിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് തന്നെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ കാറ്ററിംഗ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ കൂടുതലായിട്ട് എനിക്ക് ഓർഡർ വരുന്നത് ഫ്രൈഡ് ബിരിയാണിയാണ്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണിയും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയും ഫ്രൈ ചെയ്യാത്ത ഈ ദം ബിരിയാണി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഗ്യാരണ്ടി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.